ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ശ്രീ. അപ്പോൾ ഇന്ന് ഒരു സ്റ്റുഡൻറ്റ് പ്ലാനർ സെറ്റപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോസിൽ ഞാൻ 1-2 കമൻറ്റ്സ് കണ്ടിരുന്നു, സ്റ്റുഡൻറ്റ് പ്ലാനർ സെറ്റപ്പ് കാണിക്കുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാനറിലല്ല കേട്ടോ ഞാനത് കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു സ്ക്വയർ ഗ്രിഡ് നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡോട്ട് ഗ്രിഡ് ആയിട്ടുള്ള നോട്ട്ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഒരു ബിഗിനറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു നോട്ട്ബുക്ക് മേടിച്ച് അതിലൊരു പ്ലാനർ സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ആദ്യം തന്നെ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാനർ മേടിച്ച് അതിലൊരുപാട് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നിയോറയുടെ ഈ ഒരു അക്കംപ്ലിഷ് പ്ലാനറാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വീക്ക്ലി വ്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഓരോ ഡേയ്സായിട്ടും റൈറ്റ് സൈഡിൽ ഒരു നോട്ട്സ് പേജസ് ആയിട്ടാണ് ആ പ്ലാനറിൽ വരുന്നത്. മന്ത്ലി സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു മന്ത്ലി കവർ പേജാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത ബുള്ളറ്റ് ജേർണലിൽ ഞാൻ കൊടുത്തിരുന്ന ഒരു കവർ പേജാണ് കേട്ടോ. അപ്പം ഇന്നത്തെ പ്ലാനർ സെറ്റപ്പിൽ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കവർ പേജൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് പ്ലാനിങ് സിസ്റ്റം എന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പം ഇതെൻ്റെ കഴിഞ്ഞ വർഷത്തെ ഓരോ മന്തിൻ്റെയും ഒരു കവർ പേജാണ് ഈ കാണിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എടുത്ത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം നമ്മൾ നെക്സ്റ്റ് മന്തിലേക്ക് പ്ലാൻ ചെയ്യുമ്പം ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വരയ്ക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോഴും നമ്മൾ ബുക്കിൻ്റെ റൈറ്റ് സൈഡിലെ പേജിൽ നിന്ന് മന്ത്ലി കവർ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് പേജസിലെല്ലാം ലേഔട്ട്സ് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ വെറുതെ ജൂൺ എഴുതി കൊടുക്കുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് ഡിസൈൻ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് കാണിച്ച് എൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്ലാനറിലെ കവർ പേജിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തോ, അല്ലാന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ നോക്കി നമുക്ക് നല്ല കവർ പേജൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇത് ഞാൻ ഈ ഒരു മന്തിൽ ഈ ഒരു സ്പ്രെഡല്ല യൂസ് ചെയ്യുന്നത്, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാനറല്ല അത്. അതുകൊണ്ടാണ് ഞാനിതിൽ ഒരുപാട് ഡിസൈനൊന്നും ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു സിമ്പിളായിട്ടുള്ള ഒരു മന്ത്ലി കവർ പേജ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് എഴുതി കൊടുത്തു, അതുപോലെ ഡേറ്റും കൊടുത്തു. അടുത്തത് മന്ത്ലി വ്യൂ പേജാണ്, അതായത് നമ്മുടെ ഡേയ്സ് കാണുന്ന ഒരു മന്ത്ലി കലണ്ടർ, ഒരു മിനി കലണ്ടറൊക്കെ കൊടുത്തിട്ടുള്ളൊരു പേജാണ്. ഒരു പേജിൽ 4 ഡേയ്സും നെക്സ്റ്റ് പേജിൽ 3 ഡേയ്സും അങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം 3x3 സൈസിലാണ് ഞാൻ ഓരോ ബോക്സസും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേജിൻ്റെ റൈറ്റ് സൈഡിലും താഴെയായിട്ട് കുറച്ച് സ്പേസ് ലെഫ്റ്റ് ഉണ്ട്. അതിനുശേഷം ഞാൻ ഡേയ്സൊക്കെ എഴുതി കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മൺഡേയിൽ തുടങ്ങുന്ന രീതിക്കാണ് ഞാൻ ഡേയ്സ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി റൈറ്റ് സൈഡിലെ പേജിൽ കുറച്ച് സ്പേസ് വേക്കൻ്റ് ആയിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മന്ത്ലി ഗോൾസും അതുപോലെ തന്നെ മന്ത്ലി ടു ഡു ലിസ്റ്റും എഴുതാനുള്ളൊരു സ്പേസാണ്. അപ്പം മന്ത്ലി ഗോൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇയർലി ഗോൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മന്തിലേക്ക് ആക്കുന്നതാണ് മന്ത്ലി ഗോൾസ്. അപ്പം ഓരോരുത്തരുടെയും മന്ത്ലി ഇയർലി ഗോൾസ് എന്താണോ അതനുസരിച്ചാണ് നമ്മൾ മന്ത്ലി ഗോൾസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മന്ത്ലി ടു ഡൂസും ഉണ്ട്. നമുക്ക് ആ മന്തിൽ ചെയ്ത് തീർക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാനുള്ള ഒരു സ്പേസും അവിടെ ഉണ്ട്. ഒരു സ്റ്റുഡൻറ്റ് പ്ലാനിങ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ മേജറായിട്ടുള്ള പ്ലാൻസ് എല്ലാം നടക്കുന്നത് ഈ ഒരു മന്ത്ലി വ്യൂ പേജിലായിരിക്കും. ഈ ഒരു പേജിലാണ് നമ്മൾ ഓരോ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഹൈലൈറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ ഓരോ കളറും ഓരോ സബ്ജക്റ്റിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഡെമോ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ വെറുതെ 4 സബ്ജക്ട്സിൻ്റെ പേര് എഴുതുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണുള്ളത് അതനുസരിച്ചുള്ള ഓരോ കളർ കോഡ് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ എന്തെങ്കിലും ആ ഒരു സബ്ജക്റ്റായിട്ടുള്ള കാര്യം എഴുതുമ്പോൾ ജസ്റ്റ് ഹൈലൈറ്റർ അവിടെ മാർക്ക് ചെയ്തിട്ട് എന്താണ് റീഡ് 1 ചാപ്റ്റർ അല്ലെങ്കിൽ എക്സാം പ്രൊജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്താൽ മതി. അവിടെ വീണ്ടും നമ്മൾ സബ്ജക്റ്റിൻ്റെ പേര് റിപ്പീറ്റ് ചെയ്യേണ്ട. അപ്പം ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്കൊരു അത്രയും സ്പേസ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. സബ്ജക്ട്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ലൈഫ് ഇവൻറ്റ്സ്. അപ്പം നമുക്ക് ഇതിനൊക്കെ ഇൻറ്ററപ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അല്ലാതൊരു ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ അല്ല ചിലപ്പോൾ അന്നത്തെ ആ ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്കിനെ ഇൻട്രപ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫ് ഇവൻറ്റ്സിനും ഒരു സെപ്പറേറ്റ് കളർ കൊടുത്ത് ഓരോ ഡേയ്സിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഡേയിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളത് ഇൻഡിക്കേറ്റ് ചെയ്ത് വെക്കുന്ന വഴി നമുക്ക് അന്നൊരു അസൈൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ലെന്നും അതിന് മുമ്പുള്ള ഒരു ഡേയിൽ തന്നെ അത് ഫിനിഷ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാകും. അടുത്ത ഒരു മെത്തഡാണ് നമുക്കൊരു ഡേ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. ഇത് നമ്മളെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, പക്ഷേ അതൊരു ഡേയിലും കൂടുതലെടുക്കും. അപ്പം അങ്ങനെയുള്ളൊരു ഹെവി ടാസ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡേ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മനസ്സിലാകും ഇത് ഒരു ദിവസത്തിലും കൂടുതൽ എടുക്കാൻ സാധ്യതയുള്ളൊരു ടാസ്ക്കാണ്. അപ്പം പ്രൊജക്റ്റിൻ്റെ ഒക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പം കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഹെവി ടാസ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
അപ്പോൾ ഈ ഒരു പേജിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ മന്ത്ലി ഗോൾസിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, മന്ത്ലി ടു ഡൂസ് എഴുതാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും അവിടെ നോട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി വീക്ക്ലി വ്യൂ പേജസ് ആണ്. അപ്പോൾ വീക്ക്ലി വ്യൂ പേജസിൻ്റെ ഒരു ലേഔട്ട് ഞാനിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഒരു പേജിൽ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 പേജിലും ടോട്ടൽ 8 കോളംസ് ഉണ്ട്. അതിനെ വീണ്ടും 3 ബോക്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം വീക്ക്ലി വ്യൂ വരുന്നത് നേരെ താഴത്തേക്കായിരിക്കും. അപ്പം ഒരു ഡേ നമ്മൾ നേരെ താഴത്തേക്കുള്ള വ്യൂ ആയിരിക്കും വരുന്നത്. അപ്പം ഡേയ്സൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു കോളം ലെഫ്റ്റ് ഉണ്ടല്ലേ, അപ്പം അവിടെയാണ് നമ്മുടെ വീക്ക്ലി പ്ലാൻസ് ഒക്കെ നടക്കുന്നത്. ബാക്കി കോളംസിലാണ് നമ്മുടെ ഡെയിലി പ്ലാൻസ്. അപ്പം നമ്മൾ ഡേ ഒക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വീക്ക്ലി ഗോൾസ്, വീക്ക്ലി ടു ഡൂസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ വീക്ക്ലി ഗോൾസ് എഴുതാനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വീക്ക്ലി ടു ഡൂസും. ഇനി ഏറ്റവും താഴെ കുറച്ചൊരു സ്പേസ് വേക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഹാബിറ്റ് ട്രാക്കറാണ് കൊടുക്കുന്നത്. അപ്പം ഹാബിറ്റ് ട്രാക്കർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മന്ത്ലി ബേസിലും കൊടുക്കാം, വീക്ക്ലി ബേസിലാണെങ്കിലും കൊടുക്കാം. അപ്പോൾ വീക്ക്ലി ബേസിൽ കൊടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ട്രാക്ക് ചെയ്യാനായിട്ട് വിട്ടു പോകുന്നില്ല. മന്ത്ലി പേജിൽ കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ മറിച്ച് മന്ത്ലി പേജിലേക്ക് പോകണമെന്നില്ല. അപ്പോൾ വീക്ക്ലി ബേസിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നമുക്കതിനെ നോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയാണ് ഒരു വീക്ക്ലി പ്ലാനിങ് വരുന്നത്. ഇനി ഡെയിലി പ്ലാനിങ്ങിൽ വരുമ്പോൾ നമുക്ക് ഡെയിലി ഗോൾസ് എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പം ഓരോ ഡേയിലും നമുക്ക് ഓരോ ഗോൾസ് ഉണ്ടാവും. അത് നമ്മുടെ വീക്ക്ലി ഗോൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ഡെയിലി ഗോൾസ് ആക്കുന്നത്. ഈ വീക്ക്ലി ഗോൾസ് എന്ന് പറയുന്നത് മന്ത്ലി ഗോൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ നമ്മളവിടെ വീക്ക്ലി ഗോൾസ് എഴുതി കൊടുക്കുന്നുണ്ടാവും. ഈ വീക്ക്ലി ഗോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്താണ് നമ്മൾ ഓരോ ഡേയിലേക്കുള്ള ഡെയിലി ഗോൾസായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാക്സിമം 3 ഗോൾസൊക്കെ ഡെയിലി കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള 3 ഗോൾസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഡെയിലി പ്ലാനിങ്ങിൽ നമ്മൾ ഏറ്റവും താഴെ ഡെയിലി ടു ഡൂസ് എഴുതാനുള്ളൊരു സ്പേസാണ്. അപ്പം എല്ലാ ഡേയിലും നമ്മളങ്ങനെ സ്പേസ് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെയിലി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ, ഒരു ഹോംവർക്ക് ചെയ്യാനുണ്ട്, അല്ലാതെ നമുക്ക് പഠിത്തമായിട്ട് റിലേറ്റഡ് അല്ല, അല്ലാതെ നമുക്ക് എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് കുറച്ച് സ്പേസ് വേക്കൻ്റ് ഉണ്ടല്ലേ, അവിടെ നമുക്ക് ഡെയിലി ജേർണലിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഡീറ്റെയിൽസ് നമ്മുടെ സബ്ജക്റ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിമൈൻഡേഴ്സ് എഴുതി വെക്കുന്നതിന് നമുക്ക് ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഡെയിലി പ്ലാനിങ്ങിൽ ഏറ്റവും മേലത്തെ ബോക്സ് ഡെയിലി ഗോൾസിനും, മിഡിലുള്ള ബോക്സ് നമുക്ക് ഡെയിലി ജേർണലിങ്ങിനോ അല്ലെങ്കിൽ റിമൈൻഡേഴ്സിനോ വേണ്ടിയും, ഏറ്റവും താഴത്തെ ബോക്സ് ഡെയിലി ടു ഡു ലിസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു വീക്ക്ലി വ്യൂ പേജ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരും. അത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്നില്ല. ഇങ്ങനെ നമ്മളൊരു മന്തിൽ എത്ര വീക്കുണ്ടോ അത്രയും വീക്ക്ലി വ്യൂ പേജസ് വരും. അതിനുശേഷം വരുന്നത് പിന്നെ മന്ത്ലി റിവ്യൂ പേജാണ്. അപ്പോൾ നമ്മുടെ വീക്കെല്ലാം കഴിഞ്ഞ് നമ്മുടെ മന്തിൻ്റെ എൻഡിലേക്ക് വന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മന്ത്ലി റിവ്യൂ ആണ്. മന്ത്ലി റിവ്യൂ പേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു മന്ത് എങ്ങനെയുണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പം ഈ ഒരു പ്രോംസ് ഒക്കെയാണ് ഞാൻ മന്ത്ലി പേജിൽ കൊടുത്തത്. അങ്ങനെ നമ്മുടെ മന്ത്ലി പ്ലാനിങ് സിസ്റ്റം റെഡി ആയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഒരു കവർ പേജാണ്, അതിനുശേഷം നമ്മുടെ മന്ത്ലി വ്യൂ പേജാണ്. അവിടെ ഗോൾസും ടു ഡൂസും ഒക്കെ എഴുതാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ സബ്ജക്ട്സിൻ്റെ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ വരുന്നത് വീക്ക്ലി വ്യൂ പേജാണ്. അപ്പം അതിൽ വീക്ക്ലി ഗോൾസ്, ഡെയിലി ഗോൾസ്, ടു ഡൂസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ മന്ത്ലി റിവ്യൂ പേജാണ്. അപ്പോൾ ഇത് എൻ്റെ 2023 പ്ലാനറിലെ ഇപ്പോൾ കാണിച്ചതിന് സിമിലർ ആയിട്ടുള്ള ഒരു വീക്ക്ലി വ്യൂ പേജാണ്. അപ്പം ഈ ഒരു ലേഔട്ട് ഐഡിയ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.